സംസ്കൃത പദത്തിൽ നിന്നുമാണ് കളരി എന്ന മലയാള പദം ഉണ്ടായത്. പരശുരാമനാണ് കളരിപ്പയറ്റിന്റെയും സ്രഷ്ടാവ് എന്ന അഭിപ്രായമുണ്ട്. കേരളം രൂപം കൊണ്ടതിനു ശേഷം പരശുരാമൻ ബ്രാഹ്മണരെ വിളിച്ച് അവർക്ക് ശാസ്ത്രഭിക്ഷ ദാനം ചെയ്ത് ആയുധപാണികളാക്കി കൽപ്പിച്ചുവെന്നും അതിനുശേഷം അനേകം കളരി ദേവതകളെ പ്രതിഷ്ഠിച്ചുവെന്നും കേരളോത്പത്തി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. ചോളന്മാരുമായുണ്ടായ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ രൂപം കൊണ്ട വികസിച്ച സമ്പ്രദായമാണ് കളരിപ്പയറ്റെന്ന് മറ്റൊരു അഭിപ്രായമുണ്ട്. 42 അടി നീളത്തിലും 21 അടി വീതിയിലും 6 അടി ആഴത്തിലും കുഴി കുഴിച്ച് ആ കുഴിക്ക് ചുറ്റും 2 അടി ഉയരത്തിൽ മൺതിട്ട കെട്ടി അതിനു മുകളിൽ തൂണിട്ട് മേൽപ്പുര കെട്ടിയാണ് കളരി നിർമ്മിച്ചിരുന്നത്. നിലം കവിഴ് നിരത്തി മിനുസപ്പെടുത്തിയിരിക്കും. അവിടെ വിധിപ്രകാരം പൂത്തറ, ഭഗവതിത്തറ, ഗുരുസ്ഥാനം എന്നിവയും ഉണ്ടായിരിക്കും. കളരിയുടെ കിഴക്കു ഭാഗം ശിഷ്യസ്ഥാനവും പടിഞ്ഞാറ് ഭാഗം ഗുരുസ്ഥാനവുമാണ്. കുറുപ്പെന്നോ പണിക്കരെന്നോ സ്ഥാനമുള്ള ഗുരുവിനാണ് ഓരോ കളരിയുടെയും ചുമതല. ഉത്തര കേരളത്തിലും ദക്ഷിണ കേരളത്തിലും പ്രചരിച്ചിരുന്ന കളരിപ്പയറ്റിന് രീതി ചെറിയ വ്യത്യാസങ്ങൾ കാണും. ആരോഗ്യം, ആയാസം, ആത്മരക്ഷ എന്നിവയെ അടിസ്ഥാനമാക്കി ആചാര്യന്മാർ രൂപം കൊടുത്തതാണ് ഈ കായികാഭ്യാസങ്ങൾ. ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്കൻ കേരളത്തിലെ ചില സ്കൂളുകളിൽ കളരിപ്പയറ്റ് പാഠ്യവിഷയമായി ഉൾപ്പെടുത്തിയിരുന്നു. കേരളത്തിന്റെ കലകളായ കൂത്ത്, കൂടിയാട്ടം, കഥകളി എന്നീ ദൃശ്യകലകളെ കളരിപ്പയറ്റിന്റെ സ്വാധീനം ദർശിക്കാവുന്നതാണ്. ഓണാട്ടുകര, കരപ്പുറം, കുട്ടനാട്, കോഴിക്കോട്, തുളുനാട്, കടത്തനാട് എന്നിവിടങ്ങളിൽ ഇന്നും പഴയ കളരിയുടെ ശേഷിപ്പുകളുണ്ട്. ഒരു കാലത്ത് അക്ഷരവിദ്യയേക്കാൾ പ്രാധാന്യം കളരിപ്പയറ്റിന് ഉണ്ടായിരുന്നു.
ഒരുമയുടെ നാമത്തിൽ നന്ദി പറയുക എന്ന വലിയ കൃത്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. പരിപാടികളൊക്കെ കണ്ട് ഏവരും ക്ഷീണിച്ചിരിക്കുന്നതിനാലും നമ്മെ കാത്ത് ഓണസദ്യ ഇരിക്കുന്നതിനാലും എത്രയും പെട്ടെന്ന് എൻ്റെ കൃത്യനിർവഹണത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി തന്നെ നമ്മുടെ ഓണപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി പല ജോലികളും മാറ്റിവെച്ച് ഇവിടെ എത്തിയ എല്ലാ വിശിഷ്ട വിധികൾക്കും നന്ദി പറയുന്നു. മിസ്റ്റർ ജെറി വൈറ്റ്, പ്രോട്ടീം മേയർ മിസോറി സിറ്റി, Mr. Joe Zimmerman, Councilman Sugarland, Mrs. Rekha Nair, President KHS. അടുത്തതായി ഈ പരിപാടി ഇത്രയും വിജയകരമാക്കാൻ അഹോരാത്രം കഷ്ടപ്പെട്ട് നമ്മുടെ പ്രസിഡന്റ് മിസ്റ്റർ പ്രിൻസ് ജേക്കബിനും സെക്രട്ടറി മിസ്റ്റർ ജോർജ് തോമസിനും നാം ഒരുമയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എന്തിനും ഏതിനും പണം ആവശ്യമാണല്ലോ. അതിനായി നമ്മെ സഹായിച്ച എല്ലാ സ്പോൺസേഴ്സിനോടും ഒരുമയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ വിശാലമായ ഹാൾ നമുക്ക് നൽകി പല പ്രാവശ്യം വന്ന് ഈ ഹാൾ നമുക്ക് തുറന്നു തരികയും ചെയ്ത ജ്ഞാനായ ചർച്ചിന്റെ
ഭാരവാഹികൾക്കും അതിന്റെ ഭാരവാഹിയായി എന്നും നമ്മളോട് കൊണ്ടിരുന്ന ചാക്കോ ചേട്ടനോടും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇത്രയും മനോഹരമായ അത്തപ്പൂക്കളം നമുക്കായി ഒരുക്കിയ സുജയും കൂട്ടിനോടുമുള്ള എല്ലാ നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനി പരിപാടിക്ക് വേണ്ടി ശബ്ദവും വെളിച്ചവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച ജോർജ് കുട്ടി അങ്കിളിനും ബിനുവിനും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കുഞ്ഞുങ്ങളെല്ലാം അടുക്കും ചിട്ടയോട് നിർത്താൻ ബാക്കി എല്ലാ കാര്യത്തിലും സഹായിച്ച എല്ലാ വോളണ്ടിയേഴ്സിനോടും ഒരുമയുടെയായ എല്ലാ നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമുക്കായി വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി തന്ന കേരള കിച്ചൻ ഒരുമയുടെ നാമത്തിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിൽ നാമത്തിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിച്ച കുഞ്ഞുകുട്ടികൾ മുതൽ മുതിർന്നവരായ എല്ലാവരും, ഇവിടെ കണ്ട പല ഡാൻസുകൾ പരിപാടികളും കോർഡിനേറ്റ് ചെയ്തതും പഠിപ്പിച്ചതുമായ ക്രിസന്റോ ആർട്സിലെ ശ്രീദേവി ടീച്ചറിനോടും എല്ലാ കോർഡിനേറ്റേഴ്സിനോടും ഒരുമ കമ്മിറ്റി മെമ്പേഴ്സിനോടും അതിനുപരിയായി ഇവിടെ വന്ന് ഈ പരിപാടി വിജയിപ്പിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ഒരുമയുടെ നാമത്തിൽ ഹൃദയംഗമമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനി ആരെയെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും സദയം ക്ഷമിക്കുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയംഗമമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.